ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ജനീഷിനെ മന്ത്രിയാക്കാൻ ഉള്ള തീരുമാനം. രാഹുൽ ഗാന്ധി നേരിട്ട് ആണ് അദ്ദേഹത്തിന്റെ നിയമനം ഉറപ്പുവരുത്താൻ നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിലൊട്ടാകെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക്, കഴിഞ്ഞ 10 വർഷക്കാലം പോരാടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ശ്രീ രാഹുൽ ഗാന്ധി നൽകിയ ഒരു സമ്മാനമാണ് ശ്രീ ജനീഷ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ ഒരു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിലും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ ഈ വൻപിച്ച മന്ത്രിസ്ഥാനത്തേക്കുള്ള കടന്നുവരവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ കണ്ടൊരു വട്ടം പിന്നെ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായും കണിശമായി തന്നെ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ജനം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് UDF-നെ അധികാരത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 102 സീറ്റുകളാണ് നൽകിയത്. അപ്പോൾ ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനവും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ഈ നിയോഗത്തിലേക്ക് ഈ ഒരു ചുമതല ഏൽപ്പിച്ച പാർട്ടി നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയെയും ജനങ്ങളെയും നിരാശപ്പെടുത്തുന്ന ഒരു സമീപനം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. ആത്മാർത്ഥമായി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകും. അത്ര മാത്രം സൂചിപ്പിക്കാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.